പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജെ.കെ. വിജയ് ശങ്കറിനെയും കൂട്ടരെയും തല്ലി നാശാക്കി എന്നുള്ള കാര്യം അറിയാനിടയാവുകയാണ് ഇപ്പോൾ ചന്ദ്ര. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന വിജയ് ശങ്കറിനോട് കാര്യങ്ങൾ ചോദിക്കാൻ അവളെത്തുന്നു. ദേ, നാണം കെട്ട് വന്നിരിക്കുകയാണ് അല്ലേ? എന്ത്? ഓ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് കരുതണ്ട. നിങ്ങളെ അവിടെ വെച്ച് കുറച്ച് പേർ കൈകാര്യം ചെയ്ത വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. ആ അർച്ചന ഏർപ്പാടാക്കിയ ആളുകളായിരിക്കും. കഷ്ടം തന്നെ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ലല്ലോ. ദേ ചന്ദ്രേ, നിനക്ക് എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ബോധവുമില്ല. അതുകൊണ്ട് തന്നെ നീ അറിയാത്ത കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ഓ, ഇനി ഞാനത് പറയാത്തതിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. ഈ നാട്ടിൽ ഈ കാര്യം അറിയാത്ത ഒരാൾ പോലുമില്ല. അർച്ചനയുടെ ഗുണ്ട വന്ന് വിജയശങ്കറിനെ തല്ലിയിട്ട് പോയി എന്ന് എന്നെ കൈവച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരികെ കൊടുക്കാനും എനിക്കറിയാം. വിജയശങ്കർ അത് പലിശ സഹിതം കൊടുത്തിരിക്കും. അത് അത്രയേ ഉള്ളൂ. ഓ, പിന്നെ വിജയശങ്കർ പുളുത്തും. ഇത്രയും ഇടികൊണ്ട് നാണം കെട്ട് വന്നിട്ടും ഒരു ഉടുപ്പുമില്ലല്ലോ. നിങ്ങൾക്ക് എന്നും ആ അർച്ചനയുടെ മുന്നിൽ തോൽക്കാൻ മാത്രമേ യോഗമുള്ളൂ. ഒരിക്കൽ പോലും ജയിച്ചു കാണാൻ യോഗമില്ല. ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ഇതോടെ ദേഷ്യം വരുന്ന അയാൾ, ദേ മിണ്ടിപ്പോകരുതിനി, ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറി പോകുന്നു. ഇതോടെ തോറ്റതിൻ്റെ ദേഷ്യത്തില എന്ന് രുക്കുവിനോട് ചന്ദ്ര പറയുന്നു. പക്ഷേ ഇതേ സമയം വിജയശങ്കർ ആകട്ടെ തൻ്റെ പ്രതികാരം ഇനി മാറ്റിവെക്കുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ഒടുവിൽ മധുബാലയെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ്. മധുബാലയോട് കാര്യങ്ങൾ ചോദിക്കുന്ന വിജയശങ്കർ, ഞാൻ നിങ്ങളുടെ കാര്യമെല്ലാം അറിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് അർച്ചനയുടെ കൂടെ തന്നെയാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ആ അർച്ചനയെ ഒതുക്കണം. അത് തന്നെയാണ് എൻ്റെയും ആവശ്യം. നിങ്ങൾക്ക് എത്രയാ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, പൈസ ഞാൻ ഇറക്കാം. അവളെ ഒതുക്കണം. എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടുകയും വേണം. അതിനുള്ള സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിജയശങ്കർ പുതിയൊരു നീക്കം അർച്ചനയ്ക്ക് നേരെ തുടങ്ങിയിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ജെ.കെയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.